ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ സച്ചി ഭയങ്കര ഇമോഷണലായിരുന്നു. ഇന്നും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അമ്മയുടെ സ്നേഹം സച്ചിയേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ സ്നേഹം ആരാ ആഗ്രഹിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ കുരുത്തം കെട്ടവൻ അതൊന്നും കിട്ടിയില്ല, അതൊക്കെ നഷ്ടമായി. പോട്ടെ, അതെല്ലാം പോട്ടെ. എനിക്കിപ്പം അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ടായിരുന്നു, അവരുടെയൊക്കെ സ്നേഹം കിട്ടുന്നുണ്ട്. ഇപ്പം നീയും ഉണ്ട് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ മതി എന്ന് പറയും. പക്ഷേങ്കിൽ ആര് സ്നേഹിച്ചാലും അമ്മയുടെ ആ ഒരു സ്നേഹം അത് വേറെ തന്നെയാണല്ലേ. അമ്മ സ്നേഹിക്കുന്ന പോലെ ആവില്ല ആര് സ്നേഹിച്ചാലും എന്നൊക്കെ ഇങ്ങനെ സച്ചി വീണ്ടും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രേവതി പറയും, സച്ചിയേട്ടൻ വിഷമിച്ച് കരയൊന്നും വേണ്ട. അമ്മ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സച്ചിയേട്ടൻ്റെ ഭാര്യ മാത്രമല്ല, അമ്മയും സഹോദരിയും ഫ്രണ്ടും ഒക്കെ കൂടിയാണ്. എന്ന് പറയണ്ട, ഇതൊക്കെ കൂടിയാണ് ഞാൻ. എല്ലാ സ്നേഹങ്ങളും സച്ചിയേട്ടന് കിട്ടാതെ പോയ സ്നേഹങ്ങൾ ഫുൾ ഞാൻ തരും എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തരും എന്ന് പറയാണ്. എന്നിട്ട് സച്ചിയേട്ടൻ സങ്കടപ്പെടേണ്ട, ഞാൻ ഉണ്ടാവും കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ കട്ടിലിൽ, പുറത്തുള്ള കട്ടിലിൽ അവർ ഇരിക്കും. സച്ചിനോട് എൻ്റെ മടിയിൽ കിടക്കുന്ന ഇങ്ങനെ രേവതി പറയും. എന്നിട്ട് അവളിങ്ങനെ തടവി കൊടുക്കും. അതങ്ങനെ ജസ്റ്റ് അതവിടെ കഴിഞ്ഞു. പിന്നെ രാവിലെ അവർ ശരിക്കും നമ്മുടെ ചന്ദ്രയുടെ തിരിച്ച് വീട്ടിലേക്കെത്തി. എന്നിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി. ചന്ദ്രയും രവി അച്ഛനും അവിടെ ഗേറ്റിൻ്റെ മുന്നിലുണ്ട്. രേവതിയൊക്കെ ലഗേജ് എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയും രേവതിയോട്, രേവതി വേഗം കട പോയിട്ട് തുറക്ക്, കുറേ ആൾക്കാർ തന്നെ മടങ്ങി പോയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, പിന്നെ വലിയൊരു മാളല്ലേ അവിടെ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളെല്ലാം വന്ന് മടങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ രവി അച്ഛൻ പറയും, തുടങ്ങിയോ, ഇവിടെ ഗേറ്റിന് മുന്നേ എത്തിയേ ഉള്ളൂ, തുടങ്ങിയോ അപ്പോഴേക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും, പിന്നെ അവൻ പറയുന്നത് കേട്ടില്ലേ, വലിയ ആൾക്കാരും എത്രയോ ആൾക്കാർ മടങ്ങി പോയിട്ടുണ്ടാവും അത്രേ, അവൻ്റെ ഒരു വർത്താനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പറയും, ആ പൂക്കട എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ പറയും, അച്ഛമ്മയുടെ വീട്ടിലായിരുന്നപ്പോൾ എത്ര ആൾക്കാരെ രേവതി വിളിച്ചതെന്നറിയോ, കട തുറന്നില്ല, ഇന്നെന്താ കട തുറക്കാത്ത, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് എത്ര ആളെ വിളിച്ചതെന്നറിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം എന്തുകൊണ്ടാണ് രേവതി ഇങ്ങനെ വിളിക്കുന്നത്, അവർക്കെല്ലാം രേവതിയോട് ഭയങ്കര സ്നേഹമാണ്, വരുന്ന കസ്റ്റമർക്കെല്ലാം രേവതി ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയും. എന്നിട്ട് രവി അച്ഛൻ പറയും, വന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറും. അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്, അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഓക്സിജൻ കിട്ടിയത്, അവിടുന്ന് ശ്വാസം മുട്ടി നിൽക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ രവി അച്ഛൻ പറയും, എൻ്റെ അമ്മയാണോ നീ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അവിടെ ആകെ ഒരു സന്തോഷം, ശ്രുതിയുടെ വല്യച്ഛൻ വന്നതായിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയും. അവളുടെ അച്ഛൻ മനീഷയെന്ന് ബ്രേസ്ലെറ്റ് കൊടുത്തയച്ചതും ഇവിടെ ഇളയച്ഛൻ വന്നതും ഒക്കെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് സച്ചി ഉദ്ദേശിച്ചിട്ട് ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, പൊങ്കലിന് തട്ട് കൊണ്ടുവന്നില്ലേ, ശ്രുതിയുടെ വീട്ടിൽ നിന്ന് തട്ടൊന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അവർക്കുള്ളൊരു മറുപടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ സച്ചി പറയും, അച്ഛാ ഈ ചിലരൊക്കെ എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാ ഇങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ പറയും, അതെനിക്ക് മനസ്സിലായടാ എന്ന് പറയും. എന്നിട്ട് സച്ചി പറയും, ഈ പാർലറേട്ടത്തി എനിക്കിപ്പോൾ ഒന്നുമല്ല, പണ്ടേ മനസ്സിലായതാണെന്ന് ഇങ്ങനെ ആക്കി പറയും. അപ്പോൾ ശ്രുതിക്കത് ഇഷ്ടപ്പെട്ടില്ല, അവൾക്കത് മനസ്സിലാവും. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയും, ശ്രീകാന്തേ വാ, നമുക്ക് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് സ്റ്റുഡിയോയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ റൂമിൽ പോകും. എന്നിട്ട് രേവതിയും കൂടെ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, നീ എങ്ങോട്ടാന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, റൂമിലേക്കാണെന്ന് പറയും. പോയിട്ട് ഇതൊക്കെ അവിടെ വെച്ചിട്ട് കട വേഗം തുറക്കണം എന്ന് പറയും. അപ്പോൾ കട തുറക്കാനോ ഇങ്ങനെ പറയും, ഇതേ എൻ്റെ വീടാ, നീ ഇത്രയും കാലം താമസിച്ചത് അവിടെയല്ലേ, നിൻ്റെ അച്ഛമ്മ നിന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയില്ലായിരുന്നു, ഇതെൻ്റെ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഇങ്ങനെ പറയണേ. അവിടെ കൊണ്ടുവച്ചിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് പോയാലായിരിക്കും. എന്നിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ പണിയും തീർത്തിട്ട് കട തുറന്നാൽ മതി എന്നിങ്ങനെ പറയും ചന്ദ്ര. അതിനുശേഷം ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, അതുപോലെ തന്നെ എല്ലാവരും കേൾക്കും, അതിനെതിരായിട്ട് ആരും ഒന്നും പറയുമൊന്നുമില്ല. എന്നിട്ട് രേവതി വേഗം ഉള്ളിൽ പോയിട്ട് കോഫി ഉണ്ടാക്കാൻ തുടങ്ങും.
അപ്പോഴേക്കും സുധിയും റൂമിലേക്ക് പോകും, റൂമിൽ പോകുമെന്ന് പറയും. അപ്പോഴേക്കും സച്ചി വെറുതെ റൂമിലോ എപ്പോൾ റൂമ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സുധി പറയും, ഇതെന്താടാ ഇത്, ഞാൻ റൂമിൽ പോകണമെന്നല്ലേ പറഞ്ഞു, എൻ്റെ റൂമിൽ പോകണമെന്നല്ലേ പറഞ്ഞു, എനിക്കെന്താ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അത് അവർ റൂമിൽ പോകും. സച്ചി ഇങ്ങനെ റൂമിൽ പോകാൻ നോക്കുമ്പോൾ ചന്ദ്രമതി പറയും, ഇവിടെ എല്ലാവർക്കും റൂമുണ്ട്, നമുക്ക് മാത്രം റൂമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും, നീ അതുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടെ ഒരു റൂമും കൂടെ എടുക്കാനുള്ളൊരു ഇത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കും, അയ്യോ അന്നേരം ശരിയാവില്ലല്ലോ, രേവതി ഹാളിൽ കിടത്താന്നുള്ള എൻ്റെ ആ ഒരു പരിപാടി നടക്കില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, റൂമിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതിനിപ്പോൾ കടം വാങ്ങേണ്ടി വരില്ല, അതൊന്നും വേണ്ട, ചിലർ വിചാരിച്ചാൽ നമുക്ക് റൂമൊക്കെ കിട്ടും എന്ന് പറയും. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവും നമ്മളെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് സച്ചി അതൊന്നും കാര്യമാക്കാതെ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് കിച്ചണിൽ പോയിട്ട് നമ്മുടെ രേവതി കോഫി ഇടുന്നുണ്ടാവും. അപ്പോൾ ചന്ദ്രയുടെ പറച്ചൽ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പറയും, വർഷയും ശ്രുതിയൊക്കെ വലിയ വീട്ടിൽ വന്നവരാ, ഇതിനെക്കാട്ടും നല്ല സൗകര്യമുള്ള റൂമിൽ കിടന്നവരാ, പക്ഷേ ചിലരങ്ങനെയല്ല, ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒക്കെ കിടന്നവരാണ്, ഇപ്പോൾ അവർക്ക് AC റൂമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, അത് നിന്നെ ഉദ്ദേശിച്ചാണ് കേട്ടോ രേവതി എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ അത് ശീലമായതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചി ചോദിക്കും, ഈ കോഫി ഞാൻ എടുത്തോട്ടെന്ന് ചോദിക്കും. അങ്ങനെ അവൻ എടുക്കാൻ നോക്കുമ്പോൾ പറയും, അത് എടുക്കല്ലേ, അത് അച്ഛൻ്റെതാണ്, മധുരട്ടതാണെന്ന് പറയും. ഇപ്പുറത്തെ കോഫി എടുത്തോ എന്ന് പറഞ്ഞിട്ട് സച്ചി അതെടുക്കും. അപ്പോൾ ഇനി അവിടെ 2 ഇതേ ഉള്ളൂ, കപ്പേ ഉള്ളൂ. അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇത് അച്ഛൻ്റെത്, അപ്പോൾ ഇത് അമ്മക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് പണിയെടുക്കുമ്പോൾ സച്ചി അതിൻ്റെ അകത്തേക്ക് ഒരു 3-4 സ്പൂൺ പഞ്ചസാര, കൂടുതൽ പഞ്ചസാര എടുത്തിടും നമ്മുടെ ചന്ദ്രമതിയുടെ കപ്പിലേക്ക്. എന്നിട്ട് ഒരു പണി കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ എന്നിട്ട് രേവതി എന്നിട്ട് എന്ത് ചെയ്യും, ആ ഹാളിൽ കിടക്കുന്ന സുഖം വേറൊരു രസമാണ്, നല്ല രസമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ കോഫി എടുത്തിട്ട് പോകും, കോഫി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും. എന്നിട്ട് ചന്ദ്രമതി കുടിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് സച്ചിയും ഹാളിലേക്ക് വരും കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ കുടിക്കും, ഒരു സിപ്പ് അടിക്കുമ്പോൾ തന്നെ, ഇതെന്തായത്, നീ അവിടെയുള്ള പഞ്ചസാര മൊത്തം ഇതിലെടുത്ത് ഇട്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഇട്ടില്ല, ഞാൻ സാധാരണ ഇടുന്ന പോലെ തന്നെ ഇട്ടത്, അമ്മയ്ക്ക് തോന്നുന്നതാവെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഓ ഷുഗർ ഉള്ളവർക്ക് ഇങ്ങനെ തോന്നുമല്ലേ അച്ഛാ, അങ്ങനെയാണെങ്കിൽ അമ്മേനെ വേഗം ഡോക്ടറെ കാണിക്കണം എന്ന് പറയും. അപ്പോൾ അച്ഛനും പറയും, അത് ശരിയാണ്, ഷുഗറാണെങ്കിൽ അത് പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, നീ മാറ്റി, നീ റെഡിയാവും, നമുക്ക് വേഗം ഡോക്ടറെ കാണിക്കാമെന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അയ്യോ എനിക്ക് ഷുഗറൊന്നുമില്ല, ഇങ്ങനെ അവരോട് പറയും, ഷുഗറൊന്നുമില്ല, ഡോക്ടറൊന്നും കാണിക്കാനൊന്നും പോകണ്ട ഇങ്ങനെ പറയും. എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഈ കോഫി എങ്ങനെ, ഈ കോഫി എങ്ങനെ ഞാൻ കുടിക്കും, ഇതിൽ ഭയങ്കര മധുരമുണ്ട്, ഇനി കുടിച്ചില്ലെങ്കിലോ, എനിക്ക് ഷുഗറാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് നമ്മുടെ ചന്ദ്ര കുടിക്കും. അപ്പോൾ സച്ചി അത് കണ്ട് ചിരിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമ വരും. ചന്ദ്രമതി റൂമിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഭാമ വരിക. റൂമിലേക്കല്ല, അങ്ങനെ പോകാൻ നോക്കുമ്പം ഭാമ വരും. എന്നിട്ട് വാതിൽ തുറക്കും. ഓ നീയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഞാൻ വിചാരിച്ചു നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും എന്നിങ്ങനെ ഭാമ പറഞ്ഞു. അപ്പോൾ ചന്ദ്ര പറയും, ഇത്രയും ദിവസം നിന്ന് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയാം, ശ്വാസം മുട്ടിട്ടാണ് നിന്നത്, 2-3 ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ എൻ്റെ കാറ്റ് കഴിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം, ഇവിടെ ഉറക്കം നടിച്ച് കിടക്കുന്നതായിരിക്കും, രവി അച്ഛനെ കുറിച്ചാണ് പറയുന്നത്, ഉറക്കം നടിച്ച് കിടക്കുന്നതായിരിക്കും, അതുകൊണ്ട് നമുക്ക് റൂമിൽ പോകാമെന്ന് പറയും. അങ്ങനെ അവരുടെ ആദ്യത്തെ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ വർഷ ഇങ്ങനെ പ്രമോൽ കണ്ടാൽ തന്നെ വാതിലടയ്ക്കും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഒന്നും കൂടെ മുട്ടിയിട്ട് വർഷയോട് ചോദിക്കും, മോളെ ഞാൻ വന്നപ്പോൾ നീ എന്താ വാതിലടച്ചെന്ന് ചോദിക്കും. അപ്പോൾ വർഷ പറയും, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് എനിക്ക് ഡ്രസ്സ് മാറണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വർഷ വാതിലടക്കും. അപ്പോൾ ചന്ദ്ര പറയും, ചന്ദ്രയല്ല, നമ്മുടെ ഭാമ പറയും, ചന്ദ്ര നിൻ്റെ മരുമോൾ നമ്മളെ മുഖത്ത് നോക്കി വാതിലടച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, അത് പിന്നെ അവൾക്ക് ഡ്രസ്സ് മാറേണ്ടതുകൊണ്ടല്ലേ ഭാമേ, നമുക്ക് ശ്രുതിയുടെ റൂമിൽ പോകുന്നിട്ട് ശ്രുതിയുടെ റൂമിൽ പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി പാർലറിൽ പോകാൻ നോക്കുവാണ്. ശ്രുതി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ശ്രുതി എന്തെങ്കിലും കിടക്കുന്ന, ഇൻ്റർവ്യൂവിനൊന്നും പോകുന്നില്ലേ, ജോലിയൊന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങും. എന്നിട്ട് അപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതി പറയും, അയ്യോ എന്നിങ്ങനെ വഴക്ക് പറയല്ലേ, ഡോറ് തുറന്നിട്ടുള്ളത് ആരും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഡോറടക്കും. അപ്പോഴും ചന്ദ്രയും ഭാമയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി വഴക്ക് പറയുന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പൈസയൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന് തിന്നു കുടിക്കാമെന്നാണോ വിചാരം എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കും ശ്രുതി. അതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭാമ പറയും, ശ്രുതിയെ വഴക്ക് പറയുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, വഴക്ക് പറയുന്നില്ല, അവർ സംസാരിക്കുന്നതാണ്, അതിന് ഇച്ചിരി ഒച്ച കൂടിപ്പോയിന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ രേവതി അടുക്കളയിലുള്ളത് അവളുടെ റൂമിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ റൂമിൽ പോകുമ്പോൾ നമ്മുടെ സച്ചി അവിടെ ഉണ്ടാവും, നിലത്ത് കിടക്കുന്നത്. അപ്പോൾ സച്ചി ഇങ്ങനെ എന്താണെന്ന് ചോദിക്കും, തനിയെ സംസാരിക്കണം എന്ന് പറയും ചന്ദ്ര. അപ്പോൾ
തനിയെ സംസാരിക്കുന്നത് വട്ട് മൂത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്കും ബാമക്കും തനിയെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ബാമ ഇങ്ങനെ വരും. അപ്പോൾ തനിയെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഹാളിലിരുന്ന് സംസാരിച്ചോളെ നിങ്ങൾ സച്ചി ചോദിക്കും. അപ്പോൾ അവരൊന്നും സംസാരിക്കില്ല, അല്ല ഒന്നും പറയില്ല, എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ വേറെ ഈ കുടുംബം കലക്കേണ്ട എന്തെങ്കിലും ആണെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കുമോ സച്ചി എന്നിങ്ങനെ ബാമ പറയും. അങ്ങനെ ആ റൂമും ചന്ദ്രക്ക് കിട്ടിയില്ല. എന്നിട്ട് അവർ പോയപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്തായിരിക്കും. എന്നിട്ട് വേണ്ട ഒന്നും വേണ്ട, എന്നിട്ട് അവൻ അവിടെ തന്നെ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച്.